പലഹാരത്തിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽപ്പൊടി അതായത് വീട്ടില് പാൽപ്പൊടി ടിന്നിങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ട് അമ്മ. അപ്പൊ ഈ സ്കൂള് വിട്ട് വന്ന ഉടനെ ഒരു ചെറിയ വിശപ്പുണ്ടല്ലോ സാർ, ആദ്യം ഒരു വിശപ്പുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്സ് നമുക്ക് കിട്ടണം. അങ്ങനെ ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് നിക്കറും ഉടുപ്പും ഊരി, ഡ്രസ്സൊന്നുമില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ അമ്മ ഇങ്ങനെ അടുക്കള വെളിയിരുന്ന് പാത്രം കഴുകുന്നുണ്ട്. അപ്പൊ ഞാൻ അമ്മ കാണാതെ പതുക്കെ വന്ന് ഇതങ്ങ് തുറന്ന് പാൽപ്പൊടി തുറന്നിട്ട് പൊതിയല്ലേ ഒരു കുത്ത് പാൽപ്പൊടിയും എടുത്ത് എന്നിട്ടങ്ങ് അടച്ച്. അത് പിന്നെ കണ്ട നാണക്കെട്ട് ഇത് അടച്ച് ഞാൻ വെച്ചിട്ട് ഈ പാൽപ്പൊടി അമ്മ കാണാതെ മൊത്തത്തിൽ വായിക്കാത്തിട്ട് ഈ പാൽപ്പൊടിയിൽ ഉമിനീര് കലർന്നപ്പോ ഇത് സെറ്റായി പോയി സാറേ തൊണ്ടയില്. ശ്വാസം കിട്ടാതായി പോയി. ലാസ്റ്റ് അമ്മച്ചിന്റെ അടുത്ത് അമ്മച്ചി കാത്ര കഴിക്കുമെന്ന് അമ്മച്ച് മുതലിച്ചൊന്ന് തുടങ്ങിയിട്ടപ്പോ ഭസ്മം തെറിക്കും പോലെ പാൽപ്പൊടി ഇങ്ങനെ തെറിച്ചോണ്ടിരിക്കും. ഇത് സെറ്റായി പോയി തൊണ്ടയിൽ ചത്തുവേനെ. അപ്പൊ അമ്മ പെട്ടെന്ന് തന്നെ ഒരു സ്പൂൺ എടുത്ത് കഴുകിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കോരി അല്ല ചത്തുവേനെ സാറേ. ആലോചിച്ച് നോക്കിയോ സാർ, ഒരു 4ാം ക്ലാസ്സുകാരൻ പാൽപ്പൊടി തൊണ്ടേക്കുരി ചത്തന്നങ്ങനെ പലഹാരത്തിന്റെ കാര്യം അത് ഇപ്പോഴുണ്ട്. വെട്ടുകേക്കൊക്കെ ഉണ്ടോ അവിടെ? വെട്ടുകേക്ക്, മുറുക്ക്, ഇതൊക്കെയാണ് ഞാൻ വിളിക്കുന്ന പലാരപ്പോണി എന്നാണ്. എപ്പോഴും കാണും. ആ പുതിയ വീട് വെച്ചപ്പോഴും അത് കൊണ്ടുപോയിട്ടുണ്ട്. ആ പോണി മാറിയിട്ടില്ല. അല്ല ഇപ്പൊ അത് മോനാണ്, എന്നാലും അവന്റെ ഒന്ന് മോട്ടിച്ച് തിന്നില്ല. ഇനോമിയുടെ കല്യാണം കുറച്ച് പ്രശ്നമായിരുന്നു പറഞ്ഞു, അടിച്ചു മാറ്റിയാന്ന് പറഞ്ഞു. അതെ അതെ, അവൻ വിളിച്ചോണ്ട് വന്നു. വിളിച്ചോണ്ട് അടിച്ചോണ്ട് പോയി. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഭാര്യമാരുടെ പേരൊന്നാണ്. അതെങ്ങനെ പറ്റിയത്? എന്റെ വൈഫിന്റെ ഒരു ആര്യ എന്നാണ്, അവന്റെ വൈഫിന്റെ ഒരു ആര്യ ആര്യ. പറഞ്ഞത് വീട് വെക്കുമ്പോ പേര് ആര്യ ഇപ്പൊ ഭയങ്കര നിർബന്ധം. വീട് വെക്കുമ്പോ എന്റെ പേരിടണം. എങ്ങനെ വെച്ചാലും വെജിറ്റേറിയൻ ഹോട്ടലാവും സാർ. ആര്യ ഭവൻ, ആര്യ നിവാസ്, എങ്ങനെയാലും വെജിറ്റേറിയൻ ഹോട്ടൽ. അത് കറക്റ്റാ. നോബിയുടെ പ്രണയം കാരണം ഈ അഖിലിന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞു. അല്ല ഇവനെ വിളിച്ചോണ്ട് പോണ കാസ് എനിക്ക് അറിഞ്ഞൂടാ. അല്ല ഈ പ്രണയം പ്രണയം നടന്നത് അവൻ എനിക്കൊന്ന് ലോ കോളേജിൽ ലോ കോളേജ് ചോദിച്ചോ? അല്ല ഞാൻ പോയില്ലെന്ന് പറഞ്ഞു. അല്ലല്ല പ്രോഗ്രാമിന് പോയത്. ഇത് ഞാൻ വിചാരിച്ചു ലോ കോളേജ് അവിടെ പഠിക്കാൻ പോയത്. അല്ലല്ലോ വൈഫ് ലോ കോളേജ് പഠിക്കുന്നത്. അങ്ങനെ ആ കോമഡി സ്റ്റാർസിന്റെ ടൈമായിരുന്നു. അപ്പൊ അങ്ങനെ കണ്ട് പരിചയപ്പെട്ട്. അല്ല ഈ മിമിക്രി പറഞ്ഞ് അടിച്ചു മാറ്റിയാണോ? ചെറിയ രീതിയിൽ. അല്ല എങ്ങനെയാ അവര് സാധാരണ എന്റെ മിമിക്രി ഉണ്ടോ? അല്ല എനിക്ക് ഞാൻ ആ ആര്യയെ കുറിച്ച് ആലോചിച്ചു പോയി. സത്യനൊക്കെ ആയിരിക്കല്ലോ കാണിച്ചത്. വീഴാത്ത കാര്യം ആര്യ എങ്ങനെ ഈ സത്യനൊക്കെ അതൊക്കെ കണ്ടിട്ട് LLB ലോ അക്കാഡമിയിലായിരുന്നു. 2 വർഷമായുള്ളൂ. അപ്പം വിളിച്ചോണ്ട് എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, നമ്മളൊക്കെ ഈ ചില പള്ളിക്കൂടത്തിലെ ചില വേദിയിലൊക്കെ പോകുമല്ലോ. അപ്പൊ അത്രയും ആളുകൾ സദസ്സിലിരിക്കുക, അതിലൊരാളെ മാത്രം പിൻ പോയിന്റ് ചെയ്ത് കാണണമെങ്കിൽ അതിനകത്തൊരു വശവശമുണ്ട്. അങ്ങനെയല്ല, എന്നെ വിളിച്ചു, എന്റെ നമ്പർ തപ്പി പിടിച്ചു വിളിച്ചു. എന്റെ അമ്മോ, വീട്ടിൽ ചെല്ലുമ്പോ ആര്യ പറയും എനിക്ക് ഇന്ന് 2-1 അറിയണം. ഞാൻ നിങ്ങളെ വിളിച്ചോ, നിങ്ങൾ എന്റെ നമ്പർ തപ്പി പിടിച്ച് വിളിച്ചോ. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞാൻ അപ്പൊ ഇതിഹാസ സിനിമയുടെ ഷൂട്ട് കിടക്കായിരുന്നു. അപ്പൊ ഇതിഹാസ സിനിമയിൽ ഞാൻ കള്ളനായിട്ടായിരുന്നു. അപ്പൊ ഞാനും ബിനോയും കൂടി മോഷ്ടിക്കുന്ന, ആ മോതിരം മോഷ്ടിക്കുന്ന ഞങ്ങളാണ്. ആ മോതിരമാണ് മാറിപ്പോണത്. തലേ ദിവസം ഈ സീക്വൻസ് എടുക്കുന്നു, പിറ്റേന്ന് രാവിലെ ഞാൻ വീട്ടിൽ ചെല്ലുന്നു. പിന്നെ അപ്പം നമ്മളെ ബാദുഷേക്കല്ലേ പ്രൊഡക്ഷൻ, ബാദുഷേക്ക പ്രൊഡ്യൂസർ, ബാദുഷേക്കാണ് എനിക്ക് കല്യാണ ഡ്രസ്സ് എടുത്തു തന്നു. കസവിന്റെ മുണ്ടും കസവിന്റെ ഷർട്ടൊക്കെ എടുത്ത് അടിച്ചു മാറ്റുന്ന ദിവസം ഞാൻ സ്വർണ്ണ താലി വരെ ഞാൻ കൊണ്ടുപോയി സാർ. എന്റെ അമ്മ, അതൊക്കെ ഉണ്ട്, അങ്ങനെ ഉണ്ട്. എന്നിട്ട് മറ്റേ ഇന്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് നമ്മളെ കോടതിയിൽ അവിടെ പോയി വേണം സൈൻ ചെയ്യാൻ, അവരെ ഓഫീസുണ്ട്. ഞാനവിടെ ഈ ഡ്രസ്സിൽ പോയപ്പോ അവിടെ സീരിയലിന്റെ ഷൂട്ട് കിടക്കുന്നു. ഫുള്ള് ആൾക്കാരിക്കുന്നു ക്യാമറ കൊണ്ട്. ഞാൻ ചെന്നു, ഈ സീരിയലുണ്ടല്ലോ. ഞാൻ അതെ. അപ്പം എന്നിട്ട് ഞാനും വൈഫും കൂടി ആ ഓഫീസിൽ പോയപ്പോ എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു അഡ്വക്കേറ്റ് കണ്ട് റാസിയാണ് ഇങ്ങനെ വന്ന് എന്നെ ഇങ്ങനെ നോക്കി, ഞാൻ സീരിയലിന്റെ ഷൂട്ട് കിടക്കണം. ഓക്കെ